ഗ്രാമത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. എല്ലാവരും പരസ്പരം പങ്കുവച്ചു അവരുടെ സ്നേഹം. അടുപ്പിൽ പാചകം ചെയ്തു രുചികരമായ ഭക്ഷണം. സന്തോഷം കൊണ്ട് നിറഞ്ഞു എല്ലാവരുടെ മനസ്സും. LPG വന്നു, കഷ്ടമെല്ലാം പറന്നുപോയി. ഒരുമയും സന്തോഷവും ചേർന്നതാണ് ഈ ഗ്രാമത്തിന്റെ പ്രകാശം. ഓംകാർ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. വീട്ടിലെ പാചകമുറിയിൽ അവന്റെ അമ്മ ലത പാചകം ചെയ്യുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവന്റെ അമ്മ ലത പുറത്തു വന്ന് ഓംകാർ ഇരുന്നു കൊണ്ടിരുന്ന ആ റൂമിനകത്തേക്ക് വന്നു. മോനെ ഓംകാർ, നീ LPG സിലിണ്ടർ നമ്പർ ഇട്ടോ മകനെ? 8 ദിവസങ്ങൾ മുൻപേ ഞാൻ ബുക്ക് ചെയ്തു അമ്മേ, പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. അയ്യോ ദൈവമേ, ഇന്ന് മാത്രം സിലിണ്ടർ വന്നില്ലെങ്കിൽ നാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയാകും. അപ്പോഴാണ് മാരുതി അവരുടെ വീട്ടിലേക്ക് വന്നത്. ആ ലത ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ LPG സിലിണ്ടർ എക്സ്ട്രാ ഉണ്ടോ? ഇവിടെയുള്ളതും അവസാനത്തെ സിലിണ്ടറാണ്. അത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. സിലിണ്ടർ ഞങ്ങൾ മുൻപേ ബുക്ക് ചെയ്തു, പക്ഷെ അത് ഇനിയും വന്നില്ല. ഈ പ്രോബ്ലം നമ്മളുടെ ഗ്രാമത്തിലെ മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുമാണോ? പിങ്കിയുടെ അച്ഛൻ എന്തു പറഞ്ഞെന്നാൽ സിറ്റിയിൽ സിലിണ്ടറുടെ കുറവുണ്ടായിരിക്കുന്നുവെന്ന്. ഈ പ്രശ്നം ഒരുപാട് ദിവസം നീളുമെന്നാ തോന്നുന്നത്. അപ്പോഴാണ് ലതയ്ക്ക് ഓർമ്മ വന്നത് ആ കാര്യം സിലിണ്ടറിൽ വെച്ചിട്ട് വന്നത്. അയ്യോ, ഞാൻ മറന്നുപോയി. ഒന്നിരിക്കെ. ലത അവിടെ നിന്നും വേഗം അടുക്കളയിലേക്ക് ഓടി. അവരുടെ ആഹാരം എന്തെങ്കിലും കരിഞ്ഞു പോയോ എന്ന് ചെന്ന് നോക്കി. അവർ താഴെ കുനിഞ്ഞ് ഗ്യാസ് അടുപ്പിനെ നോക്കി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അടുപ്പത്ത് തീ കത്തുന്നില്ല എന്ന്. കഴിഞ്ഞു, നമ്മുടെ വീട്ടിലെ സിലിണ്ടറും ഇതോടെ അവസാനിച്ചു. മാരുതിയും ഓംകാറും പേടിച്ചുപോയി അടുക്കളയിലേക്ക് വന്നു. എന്നിട്ട് വിഷമത്തോടെ അവിടെ തന്നെ നിന്നു. വൈകുന്നേരം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഗ്രാമത്തിന്റെ നടുക്ക് ഒന്നിച്ചുകൂടി. നേതാവ് ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ള ജനങ്ങളും അദ്ദേഹത്തിന് അടുത്ത് ഇരിക്കുകയായിരുന്നു. ഓംകാർ, ലത, മാരുതി ഇവരും തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവർ നിൽക്കുകയായിരുന്നു. ഗ്രാമത്തിലെ LPG പ്രശ്നം ഒരുപാട് അധികമായിട്ടുണ്ട്. ജനങ്ങൾ എല്ലാവരും 2 ആഴ്ചയായിട്ട് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നു. എന്ന് പോലും അവർക്ക് സിലിണ്ടർ കിട്ടുന്നേ ഇല്ല. അതേ തലവൻ സാറേ, ഇന്നലെയാണ് ഞങ്ങളുടെ വീട്ടിലും LPG ഗ്യാസ് പൂർത്തിയായത്. ഞങ്ങൾ 2 ദിവസമായിട്ട് പഴയ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതും ഇപ്പോൾ തീരുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഗ്രാമത്തിലേക്ക് വലിയ പ്രശ്നമുണ്ടാവും. എല്ലാവരും വിശപ്പോടെ ഇരിക്കേണ്ടി വരും. നേതാവേ, ഇതിനെ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാകില്ലേ? അതേ നേതാവേ, നിങ്ങൾ സർക്കാർ ഓഫീസറിനെ കണ്ട് ഈ ഗ്രാമത്തിലെ പ്രശ്നത്തിന് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാലോ. അതേ തലവൻ സാറേ, ഞാൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് എഴുതാൻ സഹായം ചെയ്യുന്നു. പിന്നെ നമ്മൾ 2 പേരും നാളെ രാവിലെ ചെന്ന് ഓഫീസിൽ അത് കൊടുത്തിട്ട് വന്നേക്കാം. എന്നാ ശരി മോനെ, നാളെ ചെന്ന് ഇതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് വരാം. എല്ലാരും ഒന്നിച്ച് അതിനെ സമ്മതിച്ചു. പതുക്കെ പതുക്കെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ആ സൂര്യന്റെ വെളിച്ചം ആ ഗ്രാമം മുഴുവൻ നിറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ടേബിളിനടുത്തായി ചെയറിൽ ഓംകാർ ഇരിക്കുകയാണ്. അവനൊരു ലെറ്റർ എഴുതുകയായിരുന്നു. അപ്പോഴാണ് ലത അടുക്കളയിൽ നിന്നും പുറത്തു വന്നത്. നോക്ക് മോനെ ഓംകാർ, നീ എന്താണ് ചെയ്യുന്നത്? അമ്മേ, നിങ്ങൾ മറന്നുപോയോ? ഇന്ന് തലവൻ സാറിനോടൊപ്പം ഗവൺമെന്റ് ഓഫീസിലേക്ക് പോകണം. അതിനു വേണ്ടിയാണ് ഞാൻ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓ, നേരാണോ മോനെ? എന്നാ ശരി, നീ നേതാവിനോടൊപ്പം പോയിട്ട് വാ. ഞാനും ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. എവിടെ അമ്മേ? ഞാൻ മാരുതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവളെ ഒന്ന് സഹായിക്കാൻ. സഹായമോ? ഏത് സഹായം? പിന്നെ എന്തിനാ? ഇപ്പോൾ വീട്ടിൽ ഒരു ജോലിയും ഇല്ല മകനെ. അതുകൊണ്ട് അവളുടെ പശുത്തൊഴുത്തിലേക്ക് ചെന്ന് ചാണകം ഉണക്കാൻ സഹായിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെയാണോ? ശരിയമ്മേ. അപ്പോഴാണ് നേതാവ് ഓംകാറിന്റെ വീട്ടിലേക്ക് വന്നത്. മോനെ ഓംകാർ. ഓംകാർ എണീറ്റു. എന്നിട്ട് തന്റെ അമ്മ ലതയോടൊപ്പം പുറത്തേക്ക് ചെന്നു. ഓംകാറും ലതയും വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ലത അവിടെ നിന്നും പുറപ്പെട്ടു. പിന്നെ ഓംകാർ അവിടെ തന്നെ നേതാവിനോടൊപ്പം നിൽക്കുകയായിരുന്നു. മോനെ, എന്താ ലെറ്റർ റെഡി ആയിട്ടുണ്ടോ? ആ, റെഡി ആയിട്ടുണ്ട് സാറേ. ഇതിൽ നിങ്ങളുടെ സൈൻ മാത്രം ആവശ്യമുണ്ട്. ഓംകാർ ആ പേപ്പർ നേതാവിന്റെ കയ്യിൽ കൊടുത്തു. നേതാവ് ആ പേപ്പറിൽ സൈൻ ചെയ്തു. പിന്നെ അവിടെ നിന്നും അവർ 2 പേരും പുറപ്പെട്ടു പോയി. ഓംകാറും നേതാവും കൂടി സർക്കാർ ഓഫീസിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവർ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു.
അവർ ആളുകളെ മറികടന്ന് അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഓംകാർ അവിടെ നിന്നുകൊണ്ടിരുന്ന ഒരാളോട് ചോദിച്ചത്, ചേട്ടാ, ഇതിനു വേണ്ടിയാണ് ഇത്ര വലിയ കൂട്ടം? ചേട്ടാ, എന്ത് പറയാനാ മോനെ, ഗ്രാമത്തിലെ LPG സിലിണ്ടറിന് ഒരുപാട് കുറവായിട്ടുണ്ട്. അത് കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എന്താ പറയുന്നു? നിങ്ങളുടെ ഗ്രാമത്തിലെയുമോ? ആ, ഇത് വളരെ വലിയ പ്രശ്നമായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോഴാണ് DM ഓഫീസിൽ നിന്നും പുറത്തു വന്നത്. അവിടെയുള്ള ആൾക്കാരോട് അവർ സംസാരിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളെ, ഞങ്ങൾ സിറ്റിയിൽ സംസാരിച്ചിരിക്കുകയാണ്. LPG സിലിണ്ടറിന്റെ കുറവ് എല്ലാ സ്ഥലത്തുമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പ്രശ്നം. നിങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങൾ കുറച്ചു ദിവസം കൂടി LPG ഇല്ലാതെ സഹിക്കണം. എന്നെ കൊണ്ട് പറ്റുന്ന അത്ര എത്രയും പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കാൻ ശ്രമിക്കാം. DM അവിടെ നിന്നും പോയി. ആ കൂട്ടത്തിൽ നിന്നുകൊണ്ടിരുന്ന ആളുകളെല്ലാം തന്നെ വളരെ വിഷമത്തോടെ തല കുനിച്ചു നിന്നു. ഓംകാറും നേതാവും മാറി മാറി നോക്കി. പിന്നെ അവരുടെ മുഖത്തും വിഷമം നന്നായി കാണാൻ സാധിച്ചു. തലവൻ സാറേ, ഇപ്പോൾ എന്ത് ചെയ്യാനാ? എനിക്കും ഒരു കാര്യവും മനസ്സിലായില്ല മോനെ. പക്ഷേ നമ്മളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണമല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നേരാണ്. ശരി, വരൂ, നമ്മളുടെ ഗ്രാമത്തിലേക്ക് പോവാം. വേഗം ചെന്ന് നമ്മളുടെ ജനങ്ങളോട് സംസാരിക്കാം. എന്തെങ്കിലും തീർവുണ്ടാക്കാൻ നോക്കാം. ഓംകാറും ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു. ഓംകാർ നേതാവിനോടൊപ്പം വീണ്ടും ഗ്രാമത്തിലേക്ക് ചെന്നു. ചെല്ലുന്ന വഴിയിൽ അവർ ലതയെ കണ്ടുമുട്ടി സംസാരിച്ചു. അല്ല, നിങ്ങൾ തിരിച്ചെത്തിയോ? DM മേഡത്തോട് സംസാരിച്ചോ? രണ്ടുപേരും വളരെ വിഷമത്തോടെ മാറി മാറി അവർ നോക്കി. അതിനുശേഷം ലതയെ അവർ നോക്കി. ഇല്ല, ഓരോരോ ഗ്രാമത്തിലും അതുമാത്രമല്ലാതെ സിറ്റിയിലും LPG സിലിണ്ടറിന് വേണ്ടി ഒരുപാട് കുറവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാവരും പഞ്ചായത്തിന് പോവാം. നമ്മൾ അവിടെ ചെന്ന് എല്ലാവരോടും സംസാരിച്ച് എന്തെങ്കിലും തീർവുണ്ടാക്കാം. 3 പേരും ഗ്രാമത്തിന്റെ നടുക്ക് ചെന്നു. അവിടെ മാരുതി പിന്നെ അരവിന്ദിനോടൊപ്പം ഗ്രാമത്തിലുള്ള എല്ലാവരും ഒന്നിച്ചുകൂടി. നേതാവും ലതയും പിന്നെ ഓംകാറും ഗ്രാമത്തിന് നടുക്ക് ചെന്നു. സർക്കാർ ഓഫീസിൽ അവർ എന്തു പറഞ്ഞോ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ടിട്ട് അവിടെയുള്ളവരെല്ലാം വിഷമത്തോടെ അവരുടെ തല കുനിച്ചു. നേതാവും അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഓരോരുത്തരായി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് അടുത്തിരുന്ന് സഹായം കിട്ടുമെന്ന് പറയാൻ പാടില്ല. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും? LPG സിലിണ്ടർ വേറെ എവിടെയും തന്നെ കിട്ടുന്നില്ല. വേറെ എന്തെങ്കിലും കിട്ടുമോ നമ്മൾ അത് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ? അപ്പോഴാണ് ഓംകാറിന് ഓർമ്മ വന്നത് മാരുതിയുടെ വീട്ടിൽ പശു തൊഴുത്തുണ്ടെന്ന്. പിന്നെ അവർ വരട്ടി ഉണ്ടാക്കുന്നുവെന്ന്. മാളത്തി കൊച്ചമ്മേ, നിങ്ങളുടെ മാട്ടുതൊഴുത്ത് ചാണകം കൊണ്ട് വരട്ടി ഉരുവാക്കുന്നല്ലേ? അതെ, ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ എന്തിനാണ്? നമ്മൾ എന്തിനാ എല്ലാവരും മാട്ടു ചാണകം വരട്ടിക്കൊണ്ട് പാചകം ചെയ്തുടാ? അല്ല, ഇത് ഞാനും ആലോചിച്ചിട്ടേ ഇല്ല. ഇത് ഒരു നല്ല ഐഡിയ ആണ്. അതെ, തീർച്ചയായിട്ടും. ആ കാലത്ത് LPG സിലിണ്ടറിന് ഒന്നും എങ്ങോട്ടും ഇല്ലല്ലോ. അപ്പോഴും എല്ലാവരും പാചകം ചെയ്തല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മണ്ണടുപ്പ് മാട്ടു ചാണക വരട്ടിനെ ഉപയോഗിക്കാം. അതെ അതെ, ഇതിന് നമുക്ക് LPG സിലിണ്ടറും ആവശ്യമില്ല. പിന്നെ നമ്മളുടെ പണിയും പൂർത്തിയാവും. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത്ര ആളുകളുടെ വീട്ടിലേക്ക് അടുപ്പും വരട്ടിയും എങ്ങനെ കൊണ്ടെത്തിക്കാനാണ്? അതിന് ഒരുപാട് ദിവസങ്ങളാകില്ലേ? നമ്മൾ എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു അവസരമാക്കിക്കൂടാ? നീ എന്താ പറയുന്നേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തുകൊണ്ട് ഗ്രാമത്തിൽ എല്ലാരും ഒന്നിച്ചു ചേർന്ന് പാചകം ചെയ്തുകൂടാ? ഇത് വളരെ നല്ല കാര്യമല്ലേ? അതെ, തീർച്ചയായും. അങ്ങനെ ചെയ്താൽ ഗ്രാമത്തിൽ ഓരോ വീട്ടിനും തനിയെ അടുപ്പൊന്നും വേണ്ട. പിന്നെ തനിയെ ഓരോ വീട്ടിനും അടുപ്പ് വയ്ക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ 2-3 അടുപ്പ് മാത്രം ഉപയോഗിക്കാം. അങ്ങനെ ചെയ്താൽ പൊല്യൂഷനും കുറയും. ശരി, എല്ലാവരും എന്താ പറയുന്നു? നമ്മൾ ഈ കാര്യം ചെയ്തൂടെ? ശരി തലവൻ സാറേ, ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് ഇത് വളരെ നല്ല ഐഡിയ ആണ്. പിന്നെ ഇത് കാരണം വീണ്ടും നമ്മളുടെ ഗ്രാമം ഒരുമിച്ച് ഉണ്ടാവും. എന്നാൽ തീരുമാനിച്ചിട്ടുണ്ട്, പിള്ളേർക്ക് ഒരു വലിയ ജോലിയുണ്ട്. അതായത് പാചകം ചെയ്യുന്നത്, പാത്രങ്ങൾ കഴുകുന്നത്, പിന്നെ പാചകം പരിമാറണം. ഞാനും മാരുതിയും മറ്റുള്ള സ്ത്രീകളും ചേർന്ന് ഈ പച്ചക്കറികൾ മുറിക്കുന്നത്, പിന്നെ സാധനങ്ങളൊക്കെ ശരിയായി വെക്കുന്നതിൽ സഹായിക്കാം. അതിനു മുൻപ് ഒരു കാര്യം ചെയ്യൂ. ചെന്ന് ഒരു ബോർഡിനെ ഗ്രൗണ്ടിലിരിക്കുന്ന മരത്തിൽ വെക്കൂ. അത് കാരണം എല്ലാവർക്കും ഈ കാര്യം അറിയണം. എല്ലാരും അതിന് ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു.
രാത്രി ഓംകാർ, ലത, മാരുതി പിന്നെ അരവിന്ദ് ഗ്രാമത്തിലെ ഗ്രൗണ്ടിൽ ഒന്നിച്ചുകൂടി. ഓംകാറും അരവിന്ദും മരത്തിന്റെ മുകളിൽ കയറി ഗ്രാമപന്തൽ എന്നൊരു ബാനർ കെട്ടി. പിന്നെ മാരുതിയും ലതയും ഫ്രഷായ പച്ചക്കറികൾ കഴുകാൻ തുടങ്ങി. ഓംകാറും അരവിന്ദും മരത്തിൽ നിന്നും താഴേക്കിറങ്ങിയതും മാരുതിയും ലതയും കൂടി പാചകം ചെയ്യാൻ ഒരുങ്ങുന്നത് അവർ കാണുകയായിരുന്നു. ഇത് കണ്ടിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഈർപ്പമുള്ള മണ്ണിനടുത്തേക്ക് അവർ ചെന്നു. എന്നിട്ട് അവർ അതിൽ അടുപ്പ് ചെയ്തു. ആ അടുപ്പ് അവർ ഗ്രൗണ്ടിന്റെ ഒരു മൂലയിലാണ് ചെയ്തത്. പിന്നെ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കാൻ അതിനടുത്തായി ഒരു കുഴിയും എടുത്തു. അതിലിട്ടാണ് വരട്ടി കത്തിക്കാൻ സാധിക്കുക. മറുവശത്ത് മാരുതിയും ലതയും പച്ചക്കറികൾ മുറിച്ച് പുലാവ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. കുറച്ചു സമയത്തിനകം എല്ലാം റെഡിയായി. ഇപ്പോൾ പാചകത്തിനുള്ള സമയം എത്തിക്കഴിഞ്ഞു. എന്നാൽ തുടങ്ങാമോ? അതെ അതെ, തീർച്ചയായും. ഓംകാറും അരവിന്ദും ഒരു വലിയ പാത്രം എടുത്തുകൊണ്ടുവന്നു. പിന്നെ അത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചു. ആ അടുപ്പ് 4 വശത്തും ചെങ്കൽ കൊണ്ട് കെട്ടിയിരുന്നു. മാരുതി വരട്ടി ചാക്കിൽ കൊണ്ടുവന്നു. ആ പാത്രത്തിനടിയിലായി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് തീ കത്തിച്ചു. തീ നന്നായി കത്തിപ്പിടിച്ചതിനു ശേഷം ഓംകാർ ആ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു. അരവിന്ദ് അതിൽ ആവശ്യമുള്ള മസാല സാധനങ്ങൾ ഇട്ടു. ലത ഒരു വലിയ പാത്രത്തിൽ മുറിച്ചു വെച്ചിരുന്ന പച്ചക്കറികൾ കൊണ്ടുവന്നു. അത് ആ പാത്രത്തിൽ കൊണ്ടുവന്ന് ഇട്ടു. അതിനുശേഷം ഓംകാർ ഒരു വലിയ കരണ്ടി എടുത്ത് ആ ആഹാരം ഇളക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം നേതാവും മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളും ചേർന്ന് അവിടേക്ക് വന്നു. മാരുതിയും ലതയും അടുപ്പത്ത് പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെയും അവിടേക്ക് വരാനായി വിളിച്ചു. എന്താ, എല്ലാം റെഡി ആയിട്ടുണ്ടോ? അതേ നേതാവേ, എല്ലാം റെഡിയായി കഴിഞ്ഞു. പിന്നെ എന്തിനാ കാത്തിരിക്കണം, നമ്മൾ തുടങ്ങിയേക്കാം. എല്ലാരും ശരിയെന്ന് സമ്മതിച്ചു. കുറച്ചു സമയത്തിനകം എല്ലാരും അവരുടെ കയ്യിൽ പ്ലേറ്റ് എടുത്തു. പിന്നെ രുചികരമായി ഉണ്ടാക്കി വെച്ചിരുന്ന പുലാവ് പിന്നെ സബ്ജിയും കഴിച്ചു. അമ്മേ, ഇത് വളരെ രുചിയായിട്ടുണ്ടമ്മേ. അതേ ചേച്ചി, ഇത് വളരെ നന്നായിട്ടുണ്ട്. സ്നേഹത്തോടെയും തൃപ്തിയോടും കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും വെറുതെ ആകില്ല. ഇത് ഒറ്റ കല്ലിൽ 2 മാങ്ങ പൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നേ? രുചിയുള്ള ഭക്ഷണവും ഉണ്ട്, പിന്നെ ഗ്രാമത്തെ ജനങ്ങളും എപ്പോഴും ഒരുമിച്ചിട്ടുണ്ട്. എല്ലാരും ശരിയെന്ന് അതിനെ സമ്മതിച്ചു. അടുത്ത ഒരാഴ്ചക്ക് എല്ലാരും ഒന്നിച്ചു ചേർന്ന് ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും ഒന്നിച്ചു കഴിച്ചു. എന്നിട്ട് അത് എൻജോയ് ചെയ്തു. പിന്നെ വീണ്ടും കുറെ ആളുകൾ അവിടെ വന്ന് സഹായിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മുഴുവൻ ഗ്രാമവും ഒന്നിച്ചും സന്തോഷത്തോടെയും കഴിഞ്ഞു വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ ഒന്നിച്ച് അവരുടെ ജീവിതം ജീവിക്കുന്നത് നമുക്ക് കാണാനാകുന്നു. ഓംകാർ, ലത, മാരുതി പിന്നെ അരവിന്ദിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം നേതാവ് ഗ്രാമത്തിന് നടുക്കിരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ കുറച്ച് ആളുകളും അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ എല്ലാരും ഒന്നിച്ചു കൂടി ഗ്രാമത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാറി മാറി സംസാരിക്കുകയായിരുന്നു. നമ്മളുടെ ഈ ആലോചന ഒരുപാട് നല്ലതായി മാറിയിട്ടുണ്ട്. ഇത് കാരണം നമ്മളുടെ ഗ്രാമത്തിൽ ഒരു പുതിയ ജീവിതം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് നേരാണ് നേതാവേ. ഇപ്പോൾ ശരിക്കും സന്തോഷമായിരിക്കുന്നു. അപ്പോഴാണ് ഓംകാറും അരവിന്ദും സിറ്റിയിൽ നിന്നും വരുന്നത് അവർ ശ്രദ്ധിച്ചത്. പിന്നെ അവരുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ചേടാ മോനെ, നിങ്ങൾ എല്ലാവരും എവിടെ നിന്നാണ് വരുന്നത്? തലവൻ സാറേ, ഞങ്ങൾ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വരുന്നു. നാളെ LPG സിലിണ്ടർ കിട്ടുമെന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ശരിക്കും ഇത് ഒരു നല്ല വാർത്തയാണ്. ഇത് കേട്ടതും മാരുതി ആകെ വിഷമത്തിലായി. പിന്നെ ലത ഇക്കാര്യം ശ്രദ്ധിച്ചു. ഇത് നല്ല കാര്യമല്ലേ, നീ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പോഴാണ് നന്നായിരിക്കുന്നത് പോലെ തോന്നിയത്. പിന്നെ ഇത് അതെല്ലാം കുഴപ്പമില്ല അമ്മേ. LPG സിലിണ്ടറിന് വെച്ചാൽ സേഫ്റ്റിനും രക്ഷണ വേണ്ടി മാത്രമാണ്. അത് ഉള്ളത് കാരണം ജോലി വളരെ വേഗത്തിൽ പൂർത്തിയാവും. പിന്നെ ഇതുപോലെ ഒരുമിച്ച് പാചകം ചെയ്യുന്നതിന് നമ്മൾ എല്ലാ ആഴ്ചയും സൺഡേയിൽ വെച്ചോളാം. ഇത് കേട്ടതും മാരുതിക്ക് വല്ലാതെ സന്തോഷമായി. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളും ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ ഇതോടെ നമ്മുടെ കഥ അവസാനിച്ചു.